നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതി റെയ്ഡ് ചെയ്യുന്നതിനിടെ ഇ.ഡി. സംഘത്തെ ആക്രമിച്ച കേസിൽ നടപടി കടുപ്പിക്കുകയാണ് പോലീസ്. കൂടുതൽ അറസ്റ്റ് നടക്കുകയാണ്. ഓരോ ദിവസവും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. ഇന്ന് അറസ്റ്റ് ചെയ്തതിൽ പ്രമുഖനായിട്ടുള്ളത് SFIയുടെ ജില്ലാ പ്രസിഡന്റാണ്. SFIയുടെ ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലാണ് ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത്. കേസിൽ 5 തെങ്ങിൽ ഒളിവിൽ കഴിയവെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 26 പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. 100-ലധികം പ്രതികളാണ്, നൂറുകണക്കിന് പ്രതികളാണ് ഈ കേസിലുള്ളത്. ആ കേസിൽ 26 പ്രതികളെയാണ് ഇതുവരെ ഇന്ന് ഈ സമയം വരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി അറസ്റ്റിലാകുന്നത് SFIയുടെ ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലാണ്. മാത്രമല്ല, ഇവർക്കെതിരെ അതീവ ഗുരുതരമായ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. വധശ്രമം, കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുക, PDPP ആക്ട് എന്നിവ അടക്കമുള്ള വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതീവ ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് വലിയ രീതിയിൽ നഗരം ഒന്നാകെ അരിച്ചു പറക്കിക്കൊണ്ടുള്ള പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത്. ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കണ്ണൂരിലെയും വസതികളടക്കം 12 ഇടങ്ങളിൽ ED പരിശോധന നടത്തിയത്. ഇത് 2024 രജിസ്റ്റർ ചെയ്ത മാസപ്പടി കേസിലാണ് EDയുടെ ഈ പരിശോധന നടത്തിയത്. 2024 രജിസ്റ്റർ ചെയ്തെങ്കിലും EDക്ക് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. പലതരത്തിലുള്ള കോടതി ഇടപെടലുകൾ അടക്കം ഇതിലുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ കേസുമായി മുന്നോട്ട് പോകാം, അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന കോടതി EDക്ക് അനുവാദം നൽകിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് 12 കേന്ദ്രങ്ങളിൽ ED പരിശോധന നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന നടന്നത് തിരുവനന്തപുരത്താണ്. മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലെ വസതി, അദ്ദേഹത്തിൻ്റെ മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെ കുടുംബ വീട് എന്നിവയടക്കമുള്ള നിരവധി കേന്ദ്രങ്ങളിലാണ് അന്ന് പരിശോധന നടന്നത്. ഈ റെയ്ഡിൽ നിർണായകമായ പല വിവരങ്ങളും ED കണ്ടെടുത്തിരുന്നു. മാത്രമല്ല, പ്രധാന പ്രതിയായിട്ടുള്ള വീണ വിജയന്റെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ അടക്കം പിടിച്ചെടുത്തിരുന്നു. അതിന്മേലുള്ള അന്വേഷണം അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ED ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് പരിശോധനയ്ക്ക് മൊബൈലുകൾ അയച്ചിട്ടുണ്ട്. പ്രാഥമികമായ വിവരശേഖരണം ഈ ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്നെല്ലാം ED ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഈ ഒരു പരിശോധനയ്ക്കിടയിലാണ് വലിയ പ്രതിഷേധം പരിശോധന നടത്തുന്ന കേന്ദ്രങ്ങൾക്ക് പുറത്ത് നടന്നത്. കണ്ണൂരിലടക്കം വലിയ പ്രതിഷേധം നടന്നിരുന്നു. തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം പ്രതിഷേധം നടന്നത്. നിരവധി പാർട്ടി നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് ബഹുജന സംഘടനകളുടെ നേതാക്കന്മാരുമെല്ലാം DYFIയുടെയും SFIയുടെയും നേതാക്കന്മാരെല്ലാം തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന് മുന്നിലെത്തിയിരുന്നു. അവിടെ നടന്ന പ്രതിഷേധത്തിനിടയിലാണ് EDയെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായത്. പരിശോധന പൂർത്തിയാക്കി വൈകുന്നേരത്തോടെ ED സംഘം പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴാണ് CPM പ്രവർത്തകർ ആക്രമിച്ചത്. കല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. മാത്രമല്ല, ED ഉദ്യോഗസ്ഥർക്കും കേന്ദ്രസേനാ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിരുന്നു. ഇങ്ങനെ വലിയ ആക്രമണമാണ് ED സംഘത്തിനെതിരെ നടത്തിയത്. ആ ആക്രമണം ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് ഇന്നലെ 5 പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞതാണ്. ആ കോടതി വിധി തന്നെ വളരെ ഗൗരവമാണ് കേസ് എന്ന് വ്യക്തമാണ്. അതായത് കോടതി പറഞ്ഞത് ഇത് കേവലം ഒരു കുറ്റകൃത്യമല്ല, രാജ്യത്തിന് നേരെ നടന്ന ആക്രമണമാണ് എന്നതാണ്. കേന്ദ്ര ഏജൻസികൾ അവർക്ക് അവരുടേതായ ജോലികളുമായി അവർ മുന്നോട്ട് പോകും. കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവർ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി റെയ്ഡുകളും മറ്റും നടത്താൻ EDക്ക് അധികാരമുണ്ട്. എന്നാൽ രാഷ്ട്രീയ ബലം ഉപയോഗിച്ച് ഈ അധികാരം അല്ലെങ്കിൽ EDയെ തടസ്സപ്പെടുത്തുക, കേന്ദ്രസേനയെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. ജീവപര്യന്തം തടവ് വരെ ലഭിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ലഭിച്ചേക്കാവുന്ന വകുപ്പുകളാണ് ഈ ചുമത്തിയിരിക്കുന്നത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇത്. ഇത്തരത്തിലുള്ള പ്രതികൾക്ക് യാതൊരുവിധ ജാമ്യവും ഇളവും നൽകാൻ കഴിയില്ല. കാരണം ഇവരെല്ലാം
ഇവർക്ക് ജാമ്യം നൽകിയാൽ കുറ്റകൃത്യത്തെയും ആക്രമണത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടായി പോകും എന്ന കർശനമായ പ്രതികൾക്കെതിരായിട്ടുള്ള നിരീക്ഷണത്തോടു കൂടിയാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതികളുടെ ജാമ്യം നിഷേധിച്ചത്. ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്തിരുന്നു. പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടർന്നു വരികയാണ്. 300ഓളം പ്രതികളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ 26 പ്രതികൾ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട്. ഈ 26 പ്രതികളെ കൂടാതെ മറ്റുള്ള പ്രതികളെ കൂടി യുദ്ധകാല അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് അവരെ എത്രയും വേഗം കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ പോലീസിൻ്റെ ശ്രമം.